പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ യേശുട്ടൻ. ഇന്ന് 5/12/2025 വെള്ളിയാഴ്ച രാവിലെ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് 11,910 രൂപയായിരുന്നു. പവന് 95,250 രൂപ. അത് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും 2 മണി കഴിഞ്ഞപ്പോഴേക്കും റേറ്റിൽ വ്യത്യാസം വന്നു. 70 രൂപ ഗ്രാമിന് കൂടി 11,980 രൂപ ആയി. പവന് 95,840 ആയി. അപ്പോൾ സ്വർണത്തിൻ്റെ വില ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുറയും, കൂടുതൽ കൂടും. അപ്പോൾ ആ പ്രവണതയിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്, ആളെ കുട്ടിക്ക് ഒരു ചെറിയ കമ്മൽ വേണം. ആൾ പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഒരു കമ്മൽ വേണം. ഈ സമയത്ത് ഞാൻ ഈ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മേടിക്കണോ അതോ ഹോൾഡ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ കയ്യിൽ എപ്പോൾ പൈസ ഉണ്ടോ ആ സമയം നാളേക്കോ അല്ലെങ്കിൽ പിന്നത്തേക്കോ മാറ്റി വെക്കാതെ സ്പോട്ടിൽ അത് മേടിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ആ വിഷയം പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അയാൾ മേടിക്കാമെന്നില്ല പറഞ്ഞ് ഏകദേശം ധാരണയായി. ആ സമയത്ത് അദ്ദേഹം എനിക്ക് തന്നൊരു അറിവ്, അതായത് അവിടെ ആൾ ജോലി ചെയ്യുന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനിയിലാണ്. അവിടെ സ്റ്റാഫുകൾ സുഹൃത്തുക്കൾ ഒക്കെ ഏകദേശം ഒക്കെ യൂറോപ്യൻ ആളുകളാണ്. അപ്പോൾ അവർ ബോണസ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ സാലറിയിൽ എന്തെങ്കിലും മിച്ചം വെക്കുമ്പോൾ, അതായത് ബാക്കി വെച്ചതിന് ശേഷമല്ല, സാലറി കിട്ടിയ ഉടനെ തന്നെ അതിനൊരു സംഖ്യ മാറ്റി വെച്ച് അതിന് സ്വർണ്ണങ്ങൾ മേടിക്കുന്നു എന്നുള്ളൊരു അറിവ് ആളെനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർ, അതായത് സ്വർണ്ണം കൂടുതലായിട്ട് ഉപയോഗിക്കാത്ത ആളുകൾ കൂടി ഈ സാധനം മേടിച്ച് വെക്കുമ്പോൾ അവരെന്തായിരിക്കും ചിന്തിക്കുക? തങ്ങളുടെ ഭാവിയിലേക്കുള്ളൊരു കരുതൽ നിക്ഷേപം അത് സ്വർണ്ണത്തെ ആക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം കൂടി അയാൾ കൂട്ടി വായിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അവർ നാളേക്കിന് മാറ്റി വെക്കണില്ല. സാലറി കിട്ടിയ ഉടനെ തന്നെ അതിൽ ചിലവിനുള്ള ഒരു ഇത്ര, അവർ റെൻറ്റിനുള്ള സാധനം ഇത്ര, അയക്കേണ്ട സാധനം ഇത്രയെന്ന് പറഞ്ഞിട്ട് അതിനൊരു സംഖ്യ ആദ്യം മാറ്റി വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നടത്തുന്നത്. അത് സ്വർണം മേടിക്കണത് ആഭരണമായിട്ടല്ല കൂടുതൽ മേടിക്കണത്, ചെറിയ ചെറിയ കോയിനുകളും ചെറിയ ബാറുകളും, അതായത് കൂടുതൽ പൈസ കിട്ടുന്ന സമയത്ത് ചെറിയ ബാറുകളൊക്കെയാണ് മേടിക്കണമെന്നുള്ളൊരു അറിവ്. അപ്പോൾ നമ്മൾ ഒരു പരിചയിച്ച കാര്യം ആളുകളോട് പറഞ്ഞു തരുന്നത്, നമുക്കെപ്പോഴും മിതമായിട്ടുള്ള കൂലിയുള്ളതോ അല്ലെങ്കിൽ കൂലിയില്ലാത്തതോ ആഭരണങ്ങളായിട്ടല്ലാത്ത സ്വർണ്ണങ്ങൾ മേടിച്ച് വെക്കാം. അവനടുത്ത് പൈസ എത്രയോ ബാലൻസ് വരുന്നത് ആ സമയത്ത്. അത് നമ്മുടെ എല്ലാ ചിലവും കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പൈസ കൊണ്ട് വാങ്ങാനുള്ള ഒരു സിസ്റ്റം ഒഴിവാക്കിയിട്ട് ഏറ്റവും ഫസ്റ്റ് നമുക്കൊരു നിക്ഷേപത്തിന് വേണ്ടിയിട്ട് ഒരു കരുതൽ നിലനിലയ്ക്ക് ശമ്പളം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ലാഭം കിട്ടുമ്പോഴോ നല്ല ബോണസ് കിട്ടുമ്പോഴോ ഏറ്റവും ഫസ്റ്റ് അത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അത് മേടിച്ച് വെക്കുക. ബാക്കിയുള്ളവർ നമ്മൾ ചിലവഴിക്കുക. സ്വർണം നമുക്ക് എപ്പോഴും ഉപകാരപ്പെടും. അത് ക്യാഷ് ആക്കണമെങ്കിലോ നമുക്ക് പണയം വെക്കണമെങ്കിലോ ഒക്കെ ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇത്ര നല്ല അറിവുകൾ നിങ്ങൾക്ക് അറിയുന്നത് എനിക്ക് പറഞ്ഞു തരാം. നമുക്കെല്ലാവർക്കും വളരെ ഷെയർ ചെയ്യാം. അതുപോലെ എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. അപ്പോൾ സ്വർണം മേടിക്കാൻ കാലമോ അതല്ലെങ്കിൽ സമയമോ അതുമല്ലെങ്കിൽ റേറ്റ് ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് മേടിച്ചോളൂ. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകൾ നിങ്ങൾക്ക് എങ്ങനെ മേടിക്കണം, എവിടെ നിന്ന് മേടിക്കണം, എത്ര വില കുറച്ച് മേടിക്കാം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൂടി ഇന്ന് ഈ വീഡിയോയിൽ നിന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.